ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇടിയപ്പമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഈ ടൈപ്പിലുള്ള സെവനാഴിയാണ് ഉപയോഗിക്കുന്നത്. അതായത് പിരിയുള്ള കറക്കുന്ന ടൈപ്പ്, പ്രസ് ചെയ്യുന്ന ടൈപ്പും കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഇത് കുഴച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മാവ് എടുക്കുക, ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ ഇടിയപ്പ പൊടിയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക. നല്ല ചൂടോടെ തന്നെ ഇത് കുഴയ്ക്കണം. പക്ഷേ ആദ്യം കൈവച്ച് കുഴയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ചൂടുവെള്ളം കുറച്ച് അധികം തിളപ്പിച്ച് വെച്ചോളൂ, പക്ഷേ ആദ്യം തന്നെ എല്ലാം കൂടി എടുത്ത് ഒഴിക്കരുത്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് അല്ല എന്ന്. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് കുഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളം ചേർത്തൊന്ന് കുഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം കുഴിച്ച് തുടങ്ങിയാൽ മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കണം. അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴിച്ച് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കൈകൊണ്ട് കുഴിച്ചെടുക്കാം. കുഴിക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ അതും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ, പച്ചവെള്ളം എടുക്കില്ല. ഇല്ല, ഇതാണ് ഇതിൻ്റെ പരുവം. ഒട്ടിപ്പിടിക്കത്തില്ല, ഈ രീതിയിലിരിക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി തുടങ്ങും.
ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. ഇടിയപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ഇതുപോലെ ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.